ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ ഒരുപാട് പച്ചക്കറിയൊന്നും എടുത്തിട്ടില്ല. ആവശ്യത്തിന് വീട്ടിലുള്ള എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ പച്ചക്കറികളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കഴുകി വാരി കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ചെറിയ വെള്ളം മാത്രം മതി. ഇനി നമുക്കത് നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ, ചെറിയ ജീരകം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് വെന്ത പച്ചക്കറിയിലേക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മൂടി വെച്ചൊരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമെല്ലാം നന്നായി മാറിക്കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.